ഹായ്, ഇത് നമ്മുടെ കൊച്ചി സീരീസിൻ്റെ പാർട്ട് 3 ആണ്. സോ നമ്മൾ ഒന്ന് കൊച്ചി ഫോർട്ട് വെച്ച് ഒന്ന് കറങ്ങാൻ പോകുന്നതിൻ്റെ ടൈമിൽ ഞാൻ ഒരുങ്ങുന്ന ജസ്റ്റ് അവിടെ ആ മിറർ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടല്ലേ, ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാം എന്നൊക്കെ വെച്ച് എടുക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ എന്നെ അവരവർ കളിയാക്കുന്നതാണിത്. ആൻഡ് നമ്മൾ അവിടുന്ന് ഊബർ വിളിച്ചിട്ടാണ് കാറിലാണ് പോയത്. ചേച്ചിയുടെ ഒരു ഫ്രണ്ടും കൂടെ വരുമായിരുന്നു. സോ നമ്മൾ അങ്ങനെ കാറിലാണ് പോയത്. ഫസ്റ്റ് നമ്മൾ പോയത് അവിടെ ഒരു കഫേയിലായിരുന്നു, കിസ കഫേ, ഇറ്റാലിയൻ കഫേ ആയിരുന്നു. എനിക്കാണെങ്കിൽ പെട്ടെന്ന് എന്തോ ഭയങ്കര അലർജി ആയിട്ട് ഭയങ്കര തുമ്മലൊക്കെയാണ്, പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് മാറി കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന വഴി തന്നെ ഈ ഒരു വണ്ടി കണ്ടേ, ഫ്രണ്ടിൽ പോകുന്ന ബ്ലാക്ക് അംബാസഡർ, അതിന്റെ പുറകിൽ തുടരും എന്നുള്ള പോസ്റ്റർ ഇനി അതിനകത്തുണ്ടായിരുന്നാണെന്നൊന്നും നമുക്കറിയില്ല. പോകുന്ന വഴി നമ്മൾ ഈ പാലും ഒക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് ഒക്കെയാണ് പോയത്. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ കഫേയിലെത്തി. അവിടെ നല്ല വിൻറ്റേജ് ഇങ്ങനെ ടൈപ്പ് റൈറ്റിങ്ങിന്റെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എങ്ങനെ വീഡിയോ എടുക്കണം എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ആ സൈഡിൽ ഇങ്ങനെ വെച്ച് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇരിക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞ് പേരമ്മ വെച്ച് ഫോട്ടോ എടുക്കുമായിരുന്നു. പേരമ്മ കുറെ പോസ് ചെയ്തു. പിന്നാണ് ഞാൻ പറഞ്ഞത് ഫോട്ടോ അല്ല വീഡിയോ ആണ്. അവിടുന്ന് കഴിച്ചതൊക്കെ ഞാൻ വേറൊരു പാർട്ടായിട്ട് തന്നെ ഇടും. ഇത് അവിടുന്ന് നമ്മൾ ഡയറക്റ്റ് കൊച്ചി ഫോർട്ട് വെച്ച് കറങ്ങാൻ പോയി. ഇതാണ് ചേച്ചിയുടെ ഫ്രണ്ട്. ചേച്ചി വന്ന, അതായത് വിദ്യ എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി വന്നപ്പോൾ ഞാൻ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ അവസാനം നമ്മൾ ബീച്ചിലെത്തി. നല്ല നൈറ്റ് വൈബൊക്കെ ആയിരുന്നു. ഇങ്ങനെ പാട്ടിൻ്റെ ഒക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ ഇങ്ങനെ കുറച്ച് നേരം ബീച്ചിൽ കുറേ നേരം സ്പെൻഡൊക്കെ ചെയ്തു. പിന്നെ നല്ല തിരയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് സന്ധ്യ ആകുമ്പം വേലിയേറ്റം ആയതുകൊണ്ട്, അതായതുകൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല തിരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളപ്പം നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്തു. പിന്നെ അവിടുന്ന് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സൈഡിലേക്ക് പോയി. അവിടെ ആയിരുന്നു ഈ ഫുഡിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മൾ കഫേയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും വിധിച്ചിച്ച് കഴിച്ചില്ലായിരുന്നു. അപ്പം നമ്മൾ ചേച്ചിക്കും കഴിക്കാനൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ അവിടെ പോയി ബജിയൊക്കെ ചേച്ചിയുടെ കമ്പനിക്ക് ഞാനും കഴിച്ചു. പിന്നെ അവിടെ ഇങ്ങനെ ഫോട്ടോ ബൂത്തിന് ഒരു ഏരിയ ഉണ്ടായിരുന്നു. അതെനിക്ക് രസമായിട്ട് തോന്നി. പിന്നെ അവിടെ ഇങ്ങനെ മിസ്റ്ററി ബാഗ് എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം, അത് അടിപൊളിയായിട്ട് തോന്നി. ഞാൻ ഈ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് ഫസ്റ്റ് ടൈം ആയിരുന്നേ. 2 ടൈപ്പ് ഉണ്ടായിരുന്നു, 49 ഉണ്ടായിരുന്നു, 99. നമ്മൾ 49 ആണ് ചൂസ് ചെയ്തത്. ഫസ്റ്റ് തന്നെ വിദ്യ ചേച്ചി ഓപ്പൺ ചെയ്ത്. ചേച്ചിക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രഞ്ചീസും ക്ലോ ക്ലിപ്പും ഒക്കെ ആയിരുന്നു. പിന്നെ ചേച്ചിക്ക് ബാൻഡും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രഞ്ചീസും ആയിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേച്ചിക്കും ക്ലോ ക്ലിപ്പ് കിട്ടിയേ. എനിക്കാണെങ്കിൽ ഇച്ചിരി വലിയ ടൈപ്പ് ക്രാബ്, എന്താ അതിൻ്റെ പേര് എനിക്കറിയില്ല. ഈ പറഞ്ഞ പേര് തന്നെ ശരിയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും എന്താണ്ട് ഈ ഇപ്പോൾ എടുക്കുന്ന ഈ സാധനമാണ് കിട്ടിയത്. അതെനിക്ക് ഭയങ്കര, ഞാൻ ഞെട്ടിപ്പോയി, ഇത്രയും വലുതോന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ കുറേ ഹെയർ ബാൻഡ്സ് ആയിരുന്നു. പക്ഷെ എനിക്ക് വർത്തായിട്ട് തോന്നി. കാരണം സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ എന്തായാലും അതിലും കൂടുതൽ റേറ്റിലാണല്ലോ അവർ വിൽക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു എക്സൈറ്റ്മെൻറ്റും കിട്ടും, ഒരു രസവുമാണ്. നമുക്കിങ്ങനെ എന്തായിരിക്കും എന്നുള്ള സംഭവം ഉണ്ട്. അപ്പോൾ അത് രസമായിട്ട്. അപ്പോൾ ഈ വീട്ടിൽ അത്രേ ഉള്ളൂ. ബൈ.